എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇങ്ങനെ ഒരു പുതുവത്സരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹാർദവുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. ഇത് ദൈവത്തിന് പ്രത്യേകമായി സ്തോത്രം ചെയ്യുവാനുള്ള ഒരു സമയമാണ്. മാത്രമല്ല, കർത്താവ് നമ്മളെ നടത്തിയതായ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് വിശേഷമായി നന്ദി പറയാനുള്ളതായ ഒരു സമയമാണിത്. നമ്മുടെ ജീവിതം ഒരു സിയോൻ യാത്രയാണ്. അതായത് കനാൻ നാട്ടിലേക്ക് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തതായ ആ യാത്ര പോലുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നാം ചെയ്യുന്നത്. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലും ഒരു പുതുവത്സരത്തിൻ്റെ ആരംഭത്തിലും നമ്മൾ എവിടെയോ ദൈവഹിതപ്രകാരമുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇനി നമുക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് എന്ന് നാം വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള അവൻ്റെ മേഘസ്തംഭം, അവൻ്റെ അഗ്നിസ്തംഭം, ഇത് രണ്ടും നമ്മെ നടത്തുന്ന വഴിക്ക് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളോട് പറയാനായി എൻ്റെ ഹൃദയത്തിലുള്ള ചിന്ത, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് നടത്തുവാനായി മോശയ്ക്ക് ദൈവം കൊടുത്തതായ ആ നടത്തിപ്പിൽ നിന്ന് നമുക്ക് എൻകറേജ്മെൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുവാനാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി ഇവിടെ വായിക്കുകയാണ്. ഇത് ദൈവം മോശയോട് പറയുന്നതും മോശ അതിൻ്റെ ഉത്തരമായി ദൈവത്തോട് പറയുന്നതുമായ കാര്യങ്ങളാണ്. ഞാൻ വായിക്കുന്നു. ദൈവം പറയുന്നതായ കാര്യം ഞാനിവിടെ വായിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. നമുക്ക് ഈ ചരിത്രം അറിയാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് കടന്നു ചെന്നത് യോസേഫിൻ്റെ സ്പോൺസർഷിപ്പിലാണ്. ആരംഭത്തിൽ അവിടുത്തെ VIP ആയിരുന്നു. എന്നാൽ ക്രമേണ അവരെ അവിടുത്തെ അടിമകളായി മാറി. ദൈവജനത്തിൻ്റെ കണ്ണുനീർ ദൈവം കണ്ടതായും അവരെ വിടുവിപ്പാനായി ദൈവത്തിൻ്റെ നിത്യമായ പ്ലാൻ പ്രകാരം ദൈവത്തിൻ്റെ യുഗപരിപാടിയുടെ ഭാഗമായി അവരെ വിടുവിപ്പാനും അവരെ കനാൻ നാട്ടിലേക്ക് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം മടക്കി കൊണ്ടുവരുവാനുമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വെളിപ്പാടാണ് ഇവിടെ നാം കാണുന്നത്. ചരിത്രത്തിൽ ഉണ്ടായതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തത് ഒഴിച്ചാൽ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് ഞാൻ കരുതുന്നു, അത് ഇസ്രായേൽ മക്കൾ ഏകദേശം 6 ലക്ഷത്തിൽ അധികം പുരുഷന്മാർ, അതോടൊപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളും ചേർന്നതായ ഒരു വലിയൊരു സംഘം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി ഏകദേശം 40 വർഷം അവർ സഞ്ചരിച്ച് കനാൻ നാട്ടിലെത്തുകയും ആ കനാൻ നാട്, അതായത് വാഗ്ദത്ത നാട്, അവർ പിടിച്ചടക്കുകയും ചെയ്തതായിട്ടുള്ള ആ സംഭവം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ സംഭവമായി നമുക്ക് കണക്കാക്കാം. ഇങ്ങനെ ഒരു വലിയ പ്രവൃത്തി എങ്ങനെയാണ് ദൈവം നിറവേറ്റിയത്? നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം ഒരു വലിയ പ്രവൃത്തി എന്നല്ല, ദൈവം ഏത് പ്രവൃത്തിയും ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇതാ ഇവിടെ തൻ്റെ വലിയ പ്രവൃത്തിക്ക് ദൈവം മോശയെ കാണുന്നു.
എന്ന് പറയുന്നത് പോലെ ദൈവം ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അതിനുവേണ്ടി ഒരു മനുഷ്യനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ഈ തലമുറയിലും ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അതിനായി ഓരോരുത്തരെ കാണുന്നു. എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതകാലത്ത് ഏതോ ഒരു പ്രവൃത്തി ചെയ്യുവാൻ, നിങ്ങളെ സംബന്ധിച്ചോളം അതിശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ദൈവം നിങ്ങളെ കാണുന്നു എന്ന് വിശ്വസിക്കാമോ? അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽഡ് ആകും. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മോശയെ ദൈവം തിരഞ്ഞെടുത്ത് അയക്കുന്നതിൽ കൂടി നമുക്ക് എൻകറേജ്മെന്റായി ലഭിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമതായി, നമുക്ക് എല്ലാവർക്കും അറിയാം, മോശ മിസ്രൈമിൽ നിന്ന് ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം ഓടി. അവൻ മിദ്യാന്യനായ ഒരു പുരോഹിതന്റെ അടുക്കൽ ചെന്ന് പാർത്ത്, ഇത്രോ എന്ന് പറയുന്നതായ പുരോഹിതന്റെ ഒരു അഭയാർത്ഥിയായി അവൻ പാർത്തുകൊണ്ട് ഏകദേശം 40 വർഷക്കാലം അവിടെ ജീവിച്ചു. ആ പുരോഹിതന്റെ മകളെ അവൻ വിവാഹം കഴിച്ചു. അങ്ങനെ അവൻ ഒരിക്കൽ ഭയപ്പെട്ട് ഓടിപ്പോയിരുന്നതായ സ്ഥാനത്തേക്ക് ദൈവം അവനെ തിരികെ അയക്കുന്നതായ ഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, നിങ്ങൾ ഏതൊരു കാര്യത്തിൽ നിന്നാണ് ഭയപ്പെട്ട് ഓടിപ്പോയത്, ആ കാര്യത്തിലേക്ക്, ആ സ്ഥലത്തേക്ക് ദൈവം തൻ്റെ കൃപയാൽ ശക്തിയോടെ പോകുവാനായി നിങ്ങളെ ബലപ്പെടുത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നാം ഒന്നാമതായി പഠിക്കേണ്ട പാഠം, നാം ഭയപ്പെട്ട് ഓടിപ്പോയതായ സാഹചര്യത്തെ ഭയം കൂടാതെ ശക്തിയോടെ പോയി അതിജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ ദൈവം നമുക്ക് തരുമെന്ന് ഈ പുതുവത്സര ആരംഭത്തിൽ നമുക്ക് ദൈവത്തിൽ പ്രത്യാശിക്കാം. രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം മോശയെ അയക്കുന്നതിന് മുമ്പ് തന്നെ മോശയുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതായ പ്രേരണ ഉണ്ടായി. ഇത് അവൻ്റെ എളിയ ആഗ്രഹമായിരുന്നു. നാം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്, മോശ സ്വന്തമായ രീതിയിൽ അവനെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ബെസ്റ്റ് അവൻ്റെ സഹോദരന്മാരെ രക്ഷിപ്പാൻ അവൻ ഇടപെട്ടതായി നമുക്ക് കാണാം. മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു. അവനെ കൊണ്ട് കഴിയുന്നതായ രീതിയിൽ ന്യായം നടത്തുവാൻ, തൻ്റെ സഹോദരന്മാരെ രക്ഷിപ്പാനായി അവൻ ശ്രമിച്ചുവെങ്കിലും സ്വന്തം കഴിവുകൊണ്ട് അത് സാധിക്കുന്ന കാര്യമായിരുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത്, നമ്മിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം നമ്മെ തൻ്റെ ഒരു വലിയ കാര്യത്തിന് വേണ്ടി നിയോഗിക്കുന്നതിന് മുമ്പ് ആ കാര്യം ചെയ്യുവാനുള്ള പ്രേരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു എൻകറേജ്മെന്റ് ഫാക്ടറാണ്. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനായി ഉള്ള ആ എളിയ ആഗ്രഹങ്ങൾ അത് അത്യന്തം വിലപ്പെട്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കാം ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ ഹൃദയത്തിൽ താല്പര്യമുള്ളത്, അത് നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത വിധത്തിൽ ദൈവം അത് സാധിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നത്. പൗലോസിന് പറയാനുള്ളത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ്. അതേ പൗലോസ് പറഞ്ഞു, ഇച്ഛിക്കുക എന്നതും ഓടുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എളിയ ഇച്ഛകളും ദൈവത്തിനു വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി, സുവിശേഷത്തിന്റെ മുൻപോട്ടുള്ളതായ വ്യാപരണത്തിന് വേണ്ടി ഏത് നല്ല കാര്യവും ദൈവം നിങ്ങൾക്ക് തരുന്നത് അത് ദൈവം തരുന്നതായ നന്മയാണ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള നല്ല ആഗ്രഹങ്ങൾ, എളിയ ആഗ്രഹങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിനായിട്ടുള്ള ആ നല്ല ആഗ്രഹങ്ങൾ അത് അത്യന്തം വിലയുള്ളതാണെന്ന് ഈ തരുണത്തിൽ ഓർക്കുക. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മോശ ദൈവത്തോട് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ല, ഞാൻ ആരുമല്ല,
അപ്പോൾ ഇസ്രായേൽ മക്കൾ എന്നെ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം അവനെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുകയില്ല എന്ന് നിങ്ങൾ കരുതുമ്പോഴും ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു ദൂത് നിങ്ങൾക്ക് തരുവാൻ ഇടയാകും എന്ന് നാം വിശ്വസിക്കണം. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, മോശ പറയുകയാണ്, ഞാൻ വിക്കനാണ്, ഞാൻ വാക്ചാതുര്യമില്ലാത്തവനാണ്, അതുകൊണ്ട് വേറൊരാളിനെ അയക്കണം. ഒരുപക്ഷെ മനുഷ്യർ നമ്മുടെ ബലഹീനത കണ്ടിട്ട് ഒരു കാര്യത്തിന് നമ്മളെ കൊള്ളരാത്തവരെന്ന് എണ്ണിയേക്കാം. എന്നാൽ ബലഹീനതകൾ ഇരിക്കെ തന്നെ ഒരു വൻ കാര്യത്തിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിപ്പാൻ ഇടയാകും. നമ്മുടെ ബലഹീനതകൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാതെ വണ്ണം നമുക്ക് യോഗ്യതയില്ലാതാക്കുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും വിശ്വസിക്കാം. മോശ പറഞ്ഞു, ഞാൻ ഏതുമില്ലാത്തവനാണ്, ഒന്നുമില്ലാത്തവനാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അയക്കും, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദാനം ദൈവം കൊടുത്തു. അപ്പോൾ തന്നെ അവൻ ചെറിയവനായി കാണുമ്പോൾ ഈ വലിയ കാര്യം ചെയ്യുവാനായിട്ടുള്ള അവൻ്റെ കൈമുതൽ, അവൻ്റെ അസറ്റ് ദൈവം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതായ ധൈര്യമാണ്. ഇതുതന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതായ ധൈര്യം. ദൈവം നമ്മോടുകൂടെ. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു. അതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെയും അവസ്ഥ. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം മോശയോട് പറയുകയാണ്, നീ ജനത്തെ കൂട്ടിക്കൊണ്ട് ഈ പർവ്വതത്തിൽ വന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചു എന്നതിൻ്റെ തെളിവാണ്. എന്താണ് ഈ ദൂതൻ നമ്മളോട് സംസാരിക്കുന്നത്? നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ, നാം നിൽക്കുന്ന അവസ്ഥയിലേക്ക് നോക്കിയാൽ, ദൈവം നമ്മെ ഇതുവരെ നടത്തിയ വിധങ്ങളെ നമുക്ക് ദർശിപ്പാൻ കഴിയും. മാത്രമല്ല, ദൈവം നമ്മെ ഇതുവരെയും നടത്തിയത്, ദൈവം നമ്മെ ഇനിയും നടത്തുമെന്നുള്ളതിൻ്റെ തെളിവായിട്ട് ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നു. ഇത് വിശ്വസിക്കുമോ? കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചുവെങ്കിൽ അവൻ ഇനിയും നമ്മെ നടത്തും എന്ന് ഈ പുതുവത്സര ആരംഭത്തിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, പുതുവത്സരാശംസകൾ ഇപ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.